ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് മുറിയിലെ സിമന്റ് പാളി അടർന്നു വീണു. 10ാം ക്ലാസ്സിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലെ സിമന്റ് പാളിയാണ് നിലം പതിച്ചത്. വിദ്യാർത്ഥികൾക്കാർക്കും പരിക്കില്ല എന്നത് ആശ്വാസകരം. കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിലെ മേൽക്കൂരയിൽ നിന്നാണ് സിമന്റ് പാളി അടർന്ന് ക്ലാസ് മുറിക്കുള്ളിൽ പതിച്ചത്. ഹൈസ്കൂൾ വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയായിരുന്നു അപകടം. സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കാർക്കും പരുക്കില്ല. കെട്ടിടത്തിൽ പലയിടത്തും മേൽക്കൂരയിൽ സിമന്റ് പാളി അടർന്നിരിക്കുകയാണ്. കെട്ടിടത്തിന് ചെറിയ തോതിൽ പ്ലാസ്റ്ററിംഗ് ഇളകി വീഴുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് നേരത്തെ തന്നെ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയിച്ചിരുന്നിട്ടുള്ളതാണ്. കുറച്ച് എനിക്ക് തോന്നുന്നു 1-2 വർഷങ്ങളായി തന്നെ അതുമായിട്ട് അത്തരം രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇരുനില കെട്ടിടത്തിലാകെ മഴ പെയ്ത് നനവ് പടർന്നിട്ടുണ്ട്. സിമന്റ് പാളി അടർന്നു വീണ ക്ലാസ് മുറിയുടെ ഭിത്തിയിൽ മരത്തിന്റെ വേര് പടർന്ന അവസ്ഥയിലാണ്. കെട്ടിടത്തിന്റെ പുറത്ത് വളർന്നു നിൽക്കുന്ന ആലിന്റെ വേര് ക്ലാസ് മുറി വരെ എത്തിയിട്ടും അത് നീക്കം ചെയ്യാൻ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മേൽക്കൂരയിൽ സിമന്റ് പാളികൾ അടർന്നിരിക്കുന്നതും ഭിത്തികളിലെ വിള്ളലുകളും ഇവിടെ സാധാരണ കാഴ്ചയാണ്. അധ്യാപകരുടെ മുറിയിലെയും അവസ്ഥ വ്യത്യസ്തമല്ല. ലൈബ്രറിയിൽ ജനലിന്റെ ഭാഗവും അടർന്നിരിപ്പുണ്ട്. കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ അടിഭാഗത്തെ കമ്പി നിലവിൽ തെളിഞ്ഞു കാണാം. അടുത്തിടെ കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികളും നടത്തിയിരുന്നു. സ്കൂൾ അധികൃതർ പറഞ്ഞതിനെ തുടർന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെത്തി കെട്ടിടം പരിശോധിച്ചു. കെട്ടിടത്തിന് ബലമുണ്ടെന്ന് ഉറപ്പാക്കിയതിനു ശേഷമേ കുട്ടികളെ ഇവിടെ ഇരുത്തുകയുള്ളൂവെന്ന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാമില അനുമോൻ പറഞ്ഞു. പരിശോധിച്ചതിന് ശേഷം കെട്ടിടത്തിന് സ്റ്റെബിലിറ്റി ഇല്ല എന്ന് കണ്ടാൽ അതിന് ബദൽ സംവിധാനം, കുഞ്ഞുങ്ങളെ മാറ്റിയിരുത്തുവാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട MLA അറിയിച്ചിട്ടുണ്ട്. ഇനി അഥവാ കെട്ടിടത്തിന് സ്റ്റെബിലിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല എങ്കിൽ അത്യാവശ്യം മെയിൻ്റനൻസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുവാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരസഭാ പരിധിയിലെ എല്ലാ സ്കൂളുകളിലെയും കെട്ടിടങ്ങളിൽ പരിശോധന നടത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും സുരക്ഷയില്ലാത്ത കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും നഗരസഭാ അധ്യക്ഷ P. ശശികല വ്യക്തമാക്കി. നമുക്കൊരു കൃത്യമായിട്ടും ഇത് കാര്യം കിട്ടാതെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നമ്മൾ കൊടുക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർക്ക് കൊടുത്തതിന് സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ ഇന്ന് നമ്മൾ ഈ കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാൻ അനുവദിക്കുകയുള്ളൂ. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടോ എന്നറിയാൻ കൂടുതൽ പരിശോധന നടത്തും. ഫിറ്റ്നസ് പരിശോധിക്കാൻ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തും. News 18 കായംകുളം.